ഹലോ ഓൾ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 7-ാം തീയതി 1-3 സെമസ്റ്ററുകളുടെ റെഗുലർ എക്സാംസ് തുടങ്ങുകയാണ്. അപ്പോൾ S3-ലെ റിവിഷൻ ക്ലാസ്സസിൻ്റെ ഭാഗമായിട്ട് എൻവയോൺമെൻറ്റൽ സയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ EVS എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു റിവിഷനാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കുറേ മുന്നേ തന്നെ ഇപ്പോൾ S4 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്, EVSൻ്റെ കേസിലായാലും എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലായാലും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് EVSൽ ഞാൻ ഉദ്ദേശിക്കുന്ന റിവിഷൻ എന്ന് പറയുന്നത്, മുന്നത്തെ ക്ലാസ്സുകളുടെ ഒരിക്കലും റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് EVSൻ്റെ കേസിൽ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ മൊഡ്യൂൾസിൽ. ജസ്റ്റ് ആ നോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്ത് മെറ്റീരിയലാണോ അവ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എല്ലാ മൊഡ്യൂൾസിലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മൊഡ്യൂൾസിലും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിലബസിലുള്ള ഓൾമോസ്റ്റ് ഈച്ച് മൊഡ്യൂൾ, ഓരോ മൊഡ്യൂൾസും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആകും. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളും എന്ത് തന്നെ ആയിരിക്കും, കുറച്ച് ഈസി തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ റിവിഷൻ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്രീവിയസ് ക്ലാസ്സസിൻ്റെ നോട്ടുകൾ, അതുപോലെ തന്നെ നിങ്ങൾ തന്നെ എഴുതിയ നോട്ടുകളായിരിക്കും കൂടുതലുള്ളത്. അവയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യുക. റീകളക്ട് മീൻസ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ശ്രദ്ധിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 4 മൊഡ്യൂൾസിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നത് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീസിനെ കുറിച്ചിട്ടാണ്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി അല്ലേ. പലതരത്തിലുള്ള എനർജി റിസോഴ്സസ് ഉണ്ട്, പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റിസോഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ, സോഴ്സ് ഓഫ് എനർജി എവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായ ഊർജ്ജം കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് എന്താണ്, എക്കോസിസ്റ്റം ആണ്. ഓക്കെ, എക്കോസിസ്റ്റം നമ്മൾക്കും പ്രകൃതിയും അല്ലെങ്കിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ എല്ലാത്തരം ജീവജാലങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട്, സറൗണ്ടിങ്സുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്, അവയെ സറൗണ്ടിങ്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളത് എന്തിനാണ്, സറൗണ്ടിങ്സ് എന്താണ്, ഒരു ജീവിയുടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ മാത്രമാണോ അല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ്, അതിൻ്റെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളുടെ സ്രോതസ്സുകളും കൂടി ചേർന്നാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം എക്കോസിസ്റ്റങ്ങളെ കുറിച്ചിട്ടാണ്, വിവിധ തരത്തിലുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞത്. ആൻഡ് തേർഡ് മൊഡ്യൂൾ എന്താണ് പറയുന്നത്, പൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ തേർഡ് മൊഡ്യൂൾ പറയുന്നത് പൊല്യൂഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ മെഷേഴ്സ്, എന്തൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊല്യൂഷനിൽ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ആണ്, അല്ലെങ്കിൽ ഫൈനൽ മൊഡ്യൂൾസ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് അല്ലേ. നമ്മളിപ്പോൾ 3 മൊഡ്യൂള് പറഞ്ഞു. എൻവയോൺമെൻറ്റൽ സയൻസ്, നമ്മൾ പേപ്പർ തന്നെ എന്താണ്, എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 മൊഡ്യൂളും ഡീൽ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ സയൻസിലാണ്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ഡീൽസ് വിത്ത് എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മലയാളീസിന് എന്ത് ചെയ്യണ്ട, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, പ്രളയം തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെയുള്ള മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡീല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, 4 മൊഡ്യൂൾസിൻ്റെയും ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ
ഒക്ടോബർ 2019 ചോദിച്ച, അല്ലെങ്കിൽ നമ്മുടെ നവംബർ ഒക്ടോബർ എക്സാമിൻ്റെ ഒക്ടോബർ 2019 ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ആ മൊഡ്യൂൾ ഒക്ടോബർ 2019 മൊഡ്യൂളിൻ്റെ ഫസ്റ്റത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്, ഒക്ടോബർ 2019 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ലിസ്റ്റ് വാരിയസ് മിനറൽ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. എന്താണ് മിനറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്കറിയാം പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. വാട്ടർ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് റിസോഴ്സ് ഉണ്ട്, ഫോറസ്റ്റ് റിസോഴ്സ് ഉണ്ട്. ഈ എനർജിയുടെ കേസിൽ വിവിധ തരത്തിലുള്ള എനർജീസ്, അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സ്രോതസ്സുകൾ പലതരത്തിൽ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? നമുക്ക് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതരത്തിലുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. അവയിൽ ഒരു റിസോഴ്സാണ് എന്ത്? മിനറൽസ്. അതല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ധാതുക്കളുണ്ട്. അവയുടെ ഏതെങ്കിലും ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള മിനിമം ഒരു 4 എണ്ണം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ കൊടുത്തിട്ടുള്ളത് അയൺ ഓർ, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ, ഗോൾഡ്. അപ്പോൾ Ni4 നമ്മുടെ ആൻസർ കീയിലൊക്കെ എന്താണ് ഉണ്ടാകുന്നത്? Ni4 എന്നാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ഏതെങ്കിലും 4 മിനറൽസ്, ധാതുക്കൾ. ഇത് ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവിടെ ആൻസർ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. ധാതുക്കൾ ഏതൊക്കെ തരം ധാതുക്കളാണ്, എലമെൻറ്റ്സ്. നമ്മുടെ എർത്ത് സർഫസിൽ പെരിഫറലിൽ കാണുന്ന എല്ലാ തരം എലമെൻറ്റ്സും എന്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള റിസോഴ്സാണ്? മിനറൽസിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് എഴുതാം, അതിന് ആൻസറായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, EVS എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത് എന്ന് എന്ത് ചെയ്യുള്ളൂ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾക്ക് ഐഡിയാസ്, ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പ്രളയത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലഡോ അല്ലെങ്കിൽ ഫ്ലഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ലൈഫ് സയൻസിൽ നിന്ന്, നമ്മുടെ റെഗുലർ ലൈഫിൽ നിന്ന്, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് എഴുതുക, പ്രളയത്തെക്കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ EVS എന്ന് പറയുന്നത് ടോട്ടലി അങ്ങനെ തന്നെ എഴുതേണ്ട കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ടും എന്ത് തന്നെയാണ്, നമ്മുടെ റെഗുലർ ലിവിങ് തിങ്സിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്ന കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് അവനവൻ്റെ ലാംഗ്വേജിൽ നമുക്ക് അറിയുന്ന രീതിയിൽ എന്ത് എഴുതുക. അതല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ടേംസ്, പ്രത്യേക വേർഡുകൾ ചിലപ്പം ഞാൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ EVSലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വേർതിരിച്ച് പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം സ്വന്തം ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതാണ് EVSനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ലിസ്റ്റ് വാരിയസ് മിനറൽ റിസോഴ്സസ്, അല്ലേ? എത്ര വേണമെങ്കിലും ഒരു 4 റിസോഴ്സ് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും. അപ്പോൾ മിനറൽസിന് എക്സാമ്പിളാണ് അയൺ, അതുപോലെ തന്നെ മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ, ഗോൾഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ആൻഡ് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലാണ് വരുന്നത്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൗണ്ട് റെക്കോർഡ് ആവുന്നതിൽ ഒരു ഡിലേ വന്നതാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പാർട്ട് ബിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ പ്രോബ്ലംസ് ഡ്യൂ ടു ഡാംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിസ്കസ്, ക്വസ്റ്റ്യൻ നേരിട്ട് എങ്ങനെ വന്നിട്ടുള്ളത്, ഡിസ്കസ് സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ പ്രോബ്ലംസ് ഡ്യൂ ടു ഡാംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഡാം? അതായത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്കും എക്കോസിസ്റ്റത്തിനും ബാധിക്കുന്ന ഡാമുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന മൂലം അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ എന്ത് എഴുതാൽ മതി, നേരിട്ടിട്ട് എഴുതിയാൽ മതി. മിനിമം ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അതായിരിക്കും ഒന്നും കൂടി എക്സാമിൻ്റെ സമയത്ത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഫസ്റ്റത്തെ വണ്ണാണ് എന്താണ് ഒരു എക്കോളജിക്കൽ പ്രോബ്ലം. അതായത് ആവാസ വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിറ്റൈസേഷൻ എന്നാണത്. റീഹാബിലിറ്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, ശ്രദ്ധിക്കാം, റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. ആ എക്കോളജിക്കലി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ ഡാമും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഉള്ള നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ജീവിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ റീസെറ്റിൽമെൻറ്റ് എവിടേക്കെങ്കിലും ചെയ്യണം. അവർക്ക് മറ്റുള്ള സ്ഥലത്ത് ഒരു പാർപ്പിട സൗകര്യം ഒരുക്കണം. അത് സ്വാഭാവികമായിട്ടും ഒരു ഹ്യൂമൻ ലൈഫിൽ എന്ത് ചെയ്യും, നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ആണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കുറേ ആയിട്ട് താമസിച്ചു വരുന്ന ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങളിൽ നിന്നോ സറൗണ്ടിങ്സിൽ നിന്നോ നമ്മൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ റീസെറ്റിൽമെൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു കാരണമാകുന്നുണ്ട്. കോമ്പൻസേഷൻ ഫോർ ലാൻഡ് ആൻഡ് ഹൗസസ്, അല്ലേ? നമുക്ക് ആസ് എ ഗവൺമെൻറ് നമ്മൾ പറയുകയാണെങ്കിൽ ആ ലാൻഡിനും അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ ഉള്ള കോമ്പൻസേഷൻ പ്രോസസ്സ്, നമുക്ക് വീടെടുക്കാം അല്ലെങ്കിൽ അവയ്ക്കുള്ള നഷ്ടപരിഹാര തുക എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു സോഷ്യൽ ഇഷ്യൂസ് ആണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ അതേ നമ്മുടെ അതുവഴി പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ ചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്ലനേഷനിൽ പറയുന്നത്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് മേക്ക് ലൂസ് ദ സോയിൽ വിച്ച് കോസ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സോയിൽ ഇറോഷൻ. നമുക്കറിയാം, കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഓൾറെഡി സ്റ്റേബിളായിട്ട് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സോയിലിന് അല്ലെങ്കിൽ മണ്ണിന് എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു മാറ്റം വരും. അല്ലെങ്കിൽ അത് ഇളകി തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, മണ്ണൊലിപ്പിനും അതുപോലെ തന്നെ ഒരു പ്രദേശം മൊത്തമായിട്ട് ഈ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കാരണമാകും എന്നാണ് പറയുന്നത്. ന്യൂ റോഡ്സ് ആൻഡ് അർബനൈസേഷൻ പ്രൊമോട്ട്സ് കണ്ടിന്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് വെൽത്ത്, ഫ്ലോറോ ആൻഡ് ഫോണോ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. എന്താണ് പറയുന്നത്, ന്യൂ റോഡ്സ് ആൻഡ് അർബനൈസേഷൻ, പുതിയ കാര്യങ്ങൾ, അല്ലേ? അർബനൈസേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, നഗരവൽക്കരണം എന്നാണ് മീൻ ചെയ്യുന്നത്. സോ അത്തരത്തിൽ വരുന്ന സമയത്ത് പുതിയ റോഡ് ഉണ്ടാക്കലും പുതിയ നഗരവൽക്കരണമൊക്കെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നശിക്കാൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വനസമ്പത്ത് നശിക്കാൻ എന്ത് ചെയ്യും, കാരണമാകും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്ലോറ ആൻഡ് ഫോണ. എന്താണ് ഫ്ലോറ ആൻഡ് ഫോണ? നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയില്ലേ, ജൈവ വൈവിധ്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള അവിടെ ഉണ്ടാകുന്ന ഒരു ഏറ്റവും നല്ല കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഒരു ഊർജം അല്ലെങ്കിൽ ഒരു പ്രസൻസ്, നല്ല കാര്യങ്ങളുടെ പ്രസൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരർത്ഥത്തിലാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ എന്ത് ചെയ്യും, നശിക്കാം. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഭംഗിയും കാര്യങ്ങളും അല്ലെങ്കിൽ ആ വസ്തുവ്യവസ്ഥയുടെ തനതായ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ല, അപ്പോൾ അതൊക്കെ നശിച്ചു പോകാനുള്ള ഒരു കാരണം കൂടി എന്ത് ചെയ്യും, ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വഴി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദ അക്വാട്ടിക് ലൈഫ് അലോങ് വിത്ത് റിവേഴ്സ് ആർ ഡിസ്റ്റർബ്ഡ് ബൈ ദ ഡാം. നോർമലി ഉണ്ടാകുന്ന അക്വാട്ടിക് ലൈഫ്,
റിവേഴ്സിലുള്ള ജലജീവിതം എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും എന്നാണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അക്വാട്ടിക് സിസ്റ്റം അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട ആവാസവ്യവസ്ഥകൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പീഷീസിൻ്റെ, വളരെ കൂടുതൽ സ്പീഷീസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ത്, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് അവയൊക്കെ ഈ പുഴയൊക്കെ തടഞ്ഞു നിർത്തുമ്പോഴും അല്ലെങ്കിൽ പ്രത്യേക കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയെ അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദ എനോർമസ് വെയിറ്റ് ഓഫ് വാട്ടർ ബിഹൈൻഡ് ദ ഡാം വിൽ ട്രിഗർ സീസ്മിക് ആക്ടിവിറ്റീസ്. എന്താണ് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആകുന്ന സമയത്ത് ആ ഡാം എക്സ്ട്രാ അതിൻ്റെ സ്റ്റോറേജ് സമയത്തൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസർവേഴ്സിലൊക്കെ എന്ത് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് വെള്ളം എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് തന്നെ കെട്ടിക്കിടക്കും അല്ലേ, അല്ലെങ്കിൽ സൂക്ഷിച്ച് അവിടെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റഡ് ഏരിയയിൽ കൂടുതൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സീസ്മിക് ആക്ടിവിറ്റീസ്, അതായത് ഈ ഭൂചലനം, എർത്ത് കേക്ക് അങ്ങനെയുള്ള ഭൂചലനം പോലെയുള്ള ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള എർത്തിൻ്റെ, ഭൂമിയുടെ ആ ഒരു ബാലൻസിങ് കണ്ടീഷന് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരും, അതിൻ്റെ കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. അതായത് ഇപ്പോൾ ലാർജ് ഒരു വളരെ നമുക്കൊക്കെ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലേ, വളരെ ഒരു വലിയ എമൗണ്ട് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ വലിയ ഒരു വെയിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതും ലോങ് ടൈമിലേക്ക് വളരെ കൂടിയ ഒരു സമയത്തേക്ക് എന്ത് ചെയ്യാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ഒരു അല്ലെങ്കിൽ പോയിന്റഡ് ഏരിയസിൽ കുറച്ച് സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക, കുറേ സമയത്തേക്ക് കുറേ ഒരു ലോങ് പീരീഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്രയും ലാർജ് ആയിട്ടുള്ള ഹെവി വെയിറ്റ്. അപ്പോൾ അത് നോർമൽ ബാലൻസിങ് കണ്ടീഷൻസിനും അതുപോലെ തന്നെ സീസ്മിക് ആക്ടിവിറ്റീസിനും, സീസ്മിക് ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എർത്ത് കേക്ക് അങ്ങനെയുള്ള മാത്രമല്ല, ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭൂമിയുമായി ഔട്ടർ പെരിഫറലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാതരം ഡിസാസ്റ്റേഴ്സിനെയും പൊതുവെ എന്ത് പറയും, സീസ്മിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യും, കാരണമാകും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ഗോൾസ് ആൻഡ് സർവീസ് പ്രൊവൈഡഡ് ബൈ നേച്ചർ വിച്ച് ആർ നെസസറി ഫോർ അവർ ഡേ ടു ഡേ ലൈഫ്സ്. പിന്നെന്താ പറയുന്നത്, കോമൺ ആയിട്ടുള്ള നമ്മളെ വനനശീകരണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക്, വെള്ളം സ്പോയിൽ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകാൻ, മണ്ണ് നശിക്കാൻ അല്ലെങ്കിൽ മലിനീകരണം പൊല്യൂട്ടൻ്റ് ആവാൻ, മിനറൽസ് കുറയാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും EVS എങ്ങനെയാണ് എക്സാം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ആൻസറിങ് മോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. നമുക്ക് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും കൺസെപ്റ്റ് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരവരുടെ ഐഡിയ വെച്ചിട്ട് ഇപ്പോൾ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പല പോയിന്റ്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരെ വിഷ്വൽ പോലെ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഏത് തന്നെയായാലും അതിൻ്റെ മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, 6 മാർക്കാണെങ്കിൽ ഒരു 6 പോയിൻ്റൊക്കെ നിങ്ങൾ കൺസെപ്റ്റ് ചെയ്ത് ഡെലിവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എൻ്റെ അഗൈൻ 6 മാർക്കിന് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്വിഷ് റിന്യൂവബിൾ ഓർ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. ആൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ, മിസ്റ്റേക്കാണ്. എന്താണ് ഡിസ്കസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അതായത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയും നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തമ്മിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ക്വസ്റ്റ്യൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് റിന്യൂവബിളും നോൺ റിന്യൂവബിളും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒന്ന് പുനരുപയോഗിക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതും, ഉപയോഗിച്ച് തീർന്നു പോകുന്നതും തീർന്നു പോകാതെ വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ആകുന്നതുമായ എനർജി സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ടിൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. നമ്മളെ ബൈ നേച്ചർ എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ടിൽ അവൈലബിൾ ആകാണ്. അവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരു ഫിക്സഡ് ടേമിൽ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകും എന്നുള്ള തരത്തിലുള്ള എനർജി സോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത്. നോക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി അവൈലബിലിറ്റി,
റിസോഴ്സസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഒന്നെന്താണ് റിന്യൂവബിൾ റിസോഴ്സസ് വിച്ച് റീ അപ്പിയർ ദംസെൽസ്, സ്വയം റീഅപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരാതെ വീണ്ടും തീരുന്നതിനനുസരിച്ച് റിന്യൂ ചെയ്യുന്ന, അല്ലേ, എന്താ പറയുക മലയാളത്തിൽ, വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനർജീസിനെ. സൺലൈറ്റ്, അല്ലേ, എത്ര ഉപയോഗിച്ചാലും എന്ത് ചെയ്യില്ല, തീരില്ല എന്നാണ് പറയുന്നത് നമ്മൾ എനർജി പ്രൊഡ്യൂസേഴ്സ്. ബൈ തിയറിറ്റിക്കൽ കൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലോജിക്കിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സ്റ്റഡീസ്, പ്രസന്റ് കണ്ടീഷനിലുള്ള സ്റ്റഡീസ് പറയുന്നത് സൂര്യനിലെ ഉണ്ടാകുന്ന എനർജിയും ഒരു സമയം കഴിഞ്ഞ് എന്ത് ചെയ്യും, തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല പറയുന്നത്. അത് ആ ഒരു പ്രോസസ്സ്, അല്ലേ, സൺലൈറ്റ് സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സ് എന്താ, ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സൺലൈറ്റ്, ആനിമൽസ്, വാട്ടർ, ലിവിങ് ഓർഗാനിസംസ്, അല്ലേ, ഇതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ. റിസോഴ്സസ് നമുക്കറിയുന്ന എല്ലാ റിസോഴ്സും, വെള്ളം, എന്താണ്, ലിവിങ് ജീവനുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും കഴിയുന്നതിനനുസരിച്ച്. അപ്പോൾ അത്തരത്തിൽ വരുന്ന റിസോഴ്സസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ റിന്യൂവബിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപയോഗിച്ച് തീരുന്ന, അല്ലേ, ഒരു ഫിക്സഡ് എമൗണ്ടിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോളിയം എന്താണ്, ഒരു ഫ്യൂവല് എന്തുണ്ട്, നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അത് റീപ്ലേസ് ആയി കിട്ടാൻ അല്ലെങ്കിൽ റീസെറ്റിൽമെൻറ്റ് ആയി കിട്ടാൻ, അതുപോലെ ആയി കിട്ടി കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം, വളരെ കൂടിയ വർഷങ്ങൾ എന്ത് ചെയ്യും, എടുക്കും. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. മിനറൽസ്, ധാതുക്കൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്, തോറിയം, അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അതൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും, അല്ലേ. ഇപ്പോൾ നമ്മൾ ഹാഫ് ലൈഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണ്, അർദ്ധായുസ് എന്നൊക്കെ പറയും. എന്താണ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് റേഡിയേഷൻസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ ഈ ടോട്ടൽ മാസ് ഇപ്പോൾ ടോട്ടൽ മാസിനെ പകുതിയായിട്ട് മാറും ഇത്ര സമയം കൊണ്ട്. ആ ഒരു പകുതിയാവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ 2 ഹാഫ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ഹാഫ് ലൈഫും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ആ എലമെൻറ്റ് പിന്നെന്ത് ചെയ്യില്ല, അവൈലബിൾ ആകില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ. അത്തരത്തിൽ വരുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്താണ്, മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ആൻഡ് 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒക്ടോബർ 2019 ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന്. ആൻഡ് ഇനി നമുക്ക് പാർട്ട് സിയിലാണ് ഫസ്റ്റത്തെ മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. പാർട്ട് സിയിൽ എന്തൊക്കെയുള്ളത്, പാർട്ട് സിയിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഫസ്റ്റത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട് സിയിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ, ചെറിയ ഡിലേ വരുന്നത് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്താണ് കേട്ടോ. ക്വസ്റ്റ്യൻസും ആൻസറും ഒരുമിച്ചില്ലാത്തത് കാരണം ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സെലക്ട് ചെയ്യുന്നതിലുള്ള ഒരു ടൈം ഡിലേ ആണ് വരുന്നത്. സോ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ പാർട്ട് സിയിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഡ്യൂ ടു ഓവർ കൺസപ്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജലലഭ്യത അല്ലെങ്കിൽ കൂടുതൽ കൺസപ്ഷൻ ആയിക്കഴിഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഎമൗണ്ടഡ് ആയിട്ട് കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് വളരെ ജനറലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. സോ വാട്ടർ റിസോഴ്സ് നമുക്കറിയാം, കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ്, ഓരോരുത്തർക്കും വളരെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് 7 മാർക്കിനാണെങ്കിൽ മിനിമം ഒരു 7 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു, വാട്ടർ ഇസ് യൂസ്ഡ് ബൈ എവറി ലിവിങ് ഓർഗാനിസം, അല്ലെ, മനുഷ്യൻ്റെ ജീവനും അല്ലെങ്കിൽ ലിവിങ് തിങ്സ് നിലനിൽക്കാൻ ഏറ്റവും ബേസിക് ആയിട്ട്
വേണ്ട കാര്യങ്ങളിലൊന്നാണ് എന്ത് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ മാൻ ഈസ് മാക്സിമം ഓൺ എർത്ത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ. നമുക്കെന്താണ് ഏറ്റവും കൂടുതൽ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ്, വെള്ളത്തിൻ്റെ ലഭ്യത ആവശ്യമായിട്ടുള്ള ലിവിങ് തിങ് അല്ലെങ്കിൽ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയിൽ മനുഷ്യന്മാരാണ് ഏറ്റവും വാട്ടർ റിക്വയർമെൻറ്റ് ആവശ്യമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ഇൻക്രീസ്ഡ് വാട്ടർ ഡിമാൻഡ് ഓൺ എർത്ത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് വാട്ടർ റിസോഴ്സ് മാത്രമല്ല എല്ലാ തരം റിസോഴ്സിനും എന്ത് ചെയ്യാം, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. ബട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇസ് നോട്ട് ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസിങ് പോപ്പുലേഷൻ അല്ലേ. നമുക്ക് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യൂല. എന്ത് ഇൻക്രീസ് ചെയ്യൂല, വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യൂല. അക്കോർഡിംഗ് ടു UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, എന്താണ് ആവറേജ് ഹ്യൂമൻ ബീങ്സ് നീഡ്സ് അറ്റ്ലീസ്റ്റ് 50 liters ഓഫ് വാട്ടർ പെർ ഡേ ഫോർ ഹിസ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് പറയുന്നത്, 50 ലിറ്റർ അല്ലെ. 50 ലിറ്റർ വെള്ളം ഒരു ലിവിങ് തിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ദിവസം ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രയാണ് ഈ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, എത്രയാണ് നമുക്ക് ഡിമാൻഡ് ഉള്ളത് എന്നുള്ളത്. ദ യൂട്ടിലിറ്റി ഈസ് ഡിഫറെൻറ്റ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ഓരോ ഏരിയ നമ്മുടെ ഗ്രാമത്തിലും നഗരത്തിലുള്ള വ്യത്യാസം അല്ലേ, ഓരോ ഏരിയസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസസ് ദ വാട്ടർ കൺസെപ്ഷൻ. എന്താണ് നമ്മുടെ ആധുനികമായ ജീവിത രീതികൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന രീതികളിലാണ് എന്നാണ് പറയുന്നത്. ദ റാപ്പിഡ് പേസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻക്രീസ്ഡ് വാട്ടർ കൺസെപ്ഷൻ. നമ്മളെ ഈ നഗരവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൻ്റെ ഒക്കെ സഡനായിട്ടുള്ള ഗ്രോത്ത് ശ്രദ്ധിക്കുക. സഡനായിട്ടുള്ള ഗ്രോത്ത് എന്തിന് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് വളരെ റാപ്പിഡായിട്ടുള്ള ഒരു ഗ്രോത്ത്, നഗരവൽക്കരണങ്ങൾ വളരെ സ്പീഡിലാണ് അല്ലേ, റാപ്പിഡ് റെസ്പോൺസ്, അതായത് വളരെ ഒരു വേഗത്തിലാണ് ഈ നഗരവൽക്കരണം അതുപോലെ തന്നെ വ്യവസായവൽക്കരണമൊക്കെ നടക്കുന്നത്. സോ അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, വാട്ടർ കൺസപ്ഷൻ കൂടുതലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ എഴുതുന്നത്. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അവനവൻ്റെ ഐഡിയയിൽ അവനവർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വാട്ടർ റിസോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒക്കെ ഒരു ലോജിക്കലി നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ആൻഡ് അതിൽ തന്നെ തേർഡ് ബി അല്ലെ, മൂന്നാമത്തേൽ ബി ക്വസ്റ്റ്യനായ പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എനർജി കൺസർവേഷൻ. നമ്മുടെ എനർജി കൺസർവേഷൻ അല്ലേ, എനർജി പുനരുപയോഗിക്കുന്നതിന് കാരണങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. എന്തൊക്കെയാണ് എനർജി കൺസർവേഷൻ ഈസ് ദ എഫോർട്ട് മെയ്ഡ് ടു റെഡ്യൂസ് ദ കൺസപ്ഷൻ ഓഫ് എനർജി ബൈ യൂസിങ് ലെസ് ഓഫ് എൻ എനർജി സർവീസ്. എന്തൊക്കെയാണ് നമുക്കറിയാം, നോർമലി നമുക്കറിയാം. ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എനർജി നമുക്ക് ഇപ്പോൾ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, എനർജി വളരെ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ എനർജി റിസോഴ്സസ് വേസ്റ്റാക്കി കളയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല മെത്തേഡ്സിലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പല മെത്തേഡ്സിലാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വൈസായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് വേസ്റ്റേജ് ആക്കി കളയുന്ന ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടി വരും. സോ അത് എന്തിനു ബാധിക്കും, ഡാമുകളുടെ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടുതലായിട്ട് കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് എനർജി റിസോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതൊക്കെ എന്താണ് നമ്മുടെ ഒരു സ്വാഭാവിക ഒരു നാച്ചുറൽ ഒരു ലിവിങ്ങിനെ എന്ത് ചെയ്യാൻ നെഗറ്റീവ്ലി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ എനർജിയെ കൺസർവ് ചെയ്യേണ്ടത് നമുക്ക് ഇന്നുപയോഗിക്കുന്ന എനർജി നമുക്ക് എത്രയും കൂടുതൽ സമയത്തേക്ക് ലോസ്റ്റ് ചെയ്യിക്കണം. അതേ ഇപ്പോഴത്തെ ഒരു സൗകര്യങ്ങളനുസരിച്ച് റിസോഴ്സസ് അനുസരിച്ച് സ്രോതസ്സുകളനുസരിച്ച് കൂടുതൽ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം. അതായത് നമ്മൾ യൂസേജ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എനർജീസ് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള അപകടങ്ങൾ, ഹസാർഡ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ, ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ അത്തരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ എനർജി റിസോഴ്സസ് കൺസിഡർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നല്ല, നോർമലി ഒരു പക്ക ജനറൽ ക്വസ്റ്റ്യൻ ആയത് കാരണം നിങ്ങൾക്ക് അറിയാം എനർജി റിസോഴ്സസ് സൂക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, എനർജി ഇന്നത്തെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കും ആവശ്യമായിട്ടുള്ള എനർജി റിസോഴ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം എനർജി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ബേസിക് ഫോമിൽ തന്നെ ഉപയോഗിക്കുക, അത് കൺവേർട്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് എനർജി റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസൺസ് ഫോർ, അത് തന്നെ കേട്ടോ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്, റീസൺസ് ഫോർ സോയിൽ ഇറോഷൻ, ലാൻഡ് സ്ലൈഡ് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ. എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സോയിൽ ഇറോഷൻ, കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സോയിൽ ഇറോഷൻ? എന്താണ് സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണൊലിപ്പ് അല്ലേ, സോയിൽ ഇറോഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് ലാൻഡ് സ്ലൈഡ് ആൻഡ് തേർഡ് വൺ ഡെസേർട്ടിഫിക്കേഷൻ. ഇത് 3ഉം ഒരൊറ്റ ടേമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 വാക്കുകളാണ്. എന്തിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഫോറസ്റ്റ് റിസോഴ്സസും അതുപോലെ തന്നെ സോയിൽ റിസോഴ്സസ് അല്ലെങ്കിൽ ലാൻഡ് റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ട് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്? ഫോറസ്റ്റ് റിസോഴ്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഈ 3 പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ, അതുപോലെ തന്നെ എന്താ ലാൻഡ് സ്ലൈഡ്, ഡെസേർട്ടിഫിക്കേഷൻ, ഈ 3 ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെ ഏറ്റവും മൂലകാരണം എന്ന് പറയുന്നത് എന്താണ്? വന നശീകരണമാണ്. എന്ത് ചെയ്യുന്നത്? ഫോറസ്റ്റിൻ്റെ നശിപ്പിക്കൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നമുക്ക് ഈ 3 പ്രശ്നങ്ങൾക്കും സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ എന്താണ് ഡെസേർട്ടിഫിക്കേഷനും കാരണമായി വരുന്നത്. അപ്പോൾ എന്താണ് ഈ സോയിൽ ഇറോഷനും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡും തമ്മിലുള്ള ഡിഫറൻസ്? നോർമലി ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഉണ്ടാകുന്ന ഔട്ടർ സോഴ്സ് അല്ലെങ്കിൽ ഔട്ടർ പെരിഫറയിലുള്ള മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ വേരുകൾ, മരത്തിൻ്റെ വേരുകളാണ് ഏറ്റവും കൂടുതൽ സോയിൽ ഇറോഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. മണ്ണൊക്കെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മണ്ണൊലിപ്പ് തടയുന്നതൊക്കെ എന്താണ്? മരങ്ങളാണ്, മരങ്ങളുടെ വേരുകൾ. ഈ മരങ്ങളെ നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവം ഉണ്ടാവും? ഈ ഒരു സ്ഥലത്തു നിന്നുള്ള മണ്ണ് മറ്റൊരു വെള്ളത്തിൻ്റെ ഒഴുക്കിനൊക്കെ അനുസരിച്ചിട്ട് റീപ്ലേസ് ആയി പോകും. അതേസമയം ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലെയർ എർത്തിൻ്റെ ഒരു പെരിഫറയിലുള്ള ഭൂവൽക്കലത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഭൗമോപരിതലത്തിലുള്ള അല്ലേ, അങ്ങനെയല്ലേ പറയാം, പെരിഫറയിലുള്ള ഒരു ലെയർ അല്ലെങ്കിൽ നമ്മുടെ സോയിലിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലെയർ ഒന്നാകെ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, മറ്റൊരു സ്ഥലത്തേക്ക് തെന്നി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഭാവികമായിട്ടും വനനശീകരണ ഭാഗമായിട്ട് മരുഭൂമിവൽക്കരണം സംഭവിക്കാറുണ്ട് അല്ലേ. മരങ്ങളൊക്കെ വെട്ടി അവിടെ ചൂട് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. വനനശീകരണം കൂടുതലായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതലായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് മരുഭൂമിക്ക് സമാനമായ ആവാസ വ്യവസ്ഥയിലേക്ക് അവ മാറുന്നതാണ് എന്തിൽ പറയുന്നത്? ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡെസേർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ എന്ത് തന്നെയാണ്? ഡിഫോറസ്റ്റേഷൻ തന്നെയാണ്, വനനശീകരണം തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇതിൽ കൊടുത്തിട്ടുള്ള ആൻസർ കീ. ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസസ്. എന്താണ്? മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും അധികം ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓവർ കൾട്ടിവേഷൻ എക്സോസ്റ്റ് ദ സോയിൽ, ഓവർ ഗ്രേസിംഗ് റിമൂവ്സ് ദ വെജിറ്റേഷൻ ഓവർ ദ പ്രൊട്ടക്ട്സ് ഇറ്റ് from erosion. Deforestation destroys the trees, bind the soil to the land, and poorly trained irrigation systems turn crops
ക്രോപ്പ് ലാൻഡ്സ് സോൾട്ടി. എന്തൊക്കെയാണ് പറയുന്നത്? ഒരൊറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളതാണ്. ഓവർ കൾട്ടിവേഷൻ, നമുക്ക് കൂടുതൽ കൃഷി ആയിക്കഴിഞ്ഞാൽ അല്ലേ എന്ത് സംഭവിക്കുക? കൂടുതൽ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവ കൂടുതൽ ലാൻഡ് അതിൻ്റെ ഒരു നാച്ചുറൽ സ്വഭാവത്തിനെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മണ്ണിൻ്റെ ഒരു സ്ട്രക്ചറിനെ നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും? ബാധിക്കും. ഓവർ കൾട്ടിവേഷൻ ആണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആ മണ്ണിനെ മാറ്റിയെടുക്കുകയാണ്. അതായത് അതിൻ്റെ സ്വാഭാവികമായ ഘടനയ്ക്ക് മാറ്റം വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓവർ കൾട്ടിവേഷൻ ആണെങ്കിൽ, കൂടുതൽ ഈ കൃഷി ആണെങ്കിൽ എന്ത് ചെയ്യും? അത് വളരെ നെഗറ്റീവ്ലി നമ്മൾ എന്തിന് കാരണമാകുന്നുണ്ട്? ഒരു സോയിൽ ഇറോഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? നമ്മുടെ ഡീഫോറസ്റ്റേഷൻ അല്ലെ, ഇവിടെ കൊടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡീഫോറസ്റ്റേഷൻ ഡിസ്ട്രോയ്സ് ദ ട്രീസ് അല്ലേ. നമുക്കെന്താ? വനനശീകരണ ഡിസ്ട്രോയ്സ് ദാറ്റ് ബൈൻഡ്സ് സോയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിൻ്റെ ഓരോ ലെയറിനെയും തന്മാത്രകളെയും അല്ലെങ്കിൽ ഓരോ പാർട്ടിനെയും ചേർത്ത് പിടിക്കുന്ന എന്താണ്? മരങ്ങളാണ്, മരങ്ങളുടെ വേരുകളാണ്. സോ ഡെസേർട്ടിഫിക്കേഷൻ, മരങ്ങൾ നശിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും? ലാൻഡ് സ്ലൈഡിന് കാരണമായിരിക്കും. ആൻഡ് നെക്സ്റ്റ്, സോയിൽ കോമ്പാക്ഷൻ, ലോ ഓർഗാനിക് മാറ്റർ, ലോസ് ഓഫ് സോയിൽ സ്ട്രക്ചർ, പുവർ ഇന്റേണൽ ഡ്രെയിനേജ്, salination of soil, acidity problems or other serious soil degradation conditions can accelerate the soil erosion process. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്ട്രക്ചർ, സോയിൽ കോമ്പാക്ഷൻ എന്ന് പറയുന്നത് എന്താ? മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഘടന നഷ്ടപ്പെടുക. ലോ ഓർഗാനിക് മാറ്റർ, ലോസ് ഓഫ് സോയിൽ സ്ട്രക്ചർ, പുവർ ഇന്റേണൽ ഡ്രെയിനേജ്, ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ അല്ലെങ്കിൽ സോയിൽ ലെയറുകളുടെ താഴത്തു കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴുകി പോകുന്ന ചെറിയ ചെറിയ പാസേജുകളുണ്ട്. അപ്പോൾ അവയൊക്കെ നശിക്കുന്ന സമയത്ത് ഈ മണ്ണൊലിപ്പ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ എന്താകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? കൂടുതലാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്തിലും നമുക്ക് ഈ ലാൻഡ് സ്ലൈഡിലും സോയിൽ ഇറോഷനും കോമൺ റീസൺസ് ആയിട്ട് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ഡെസേർട്ടിഫിക്കേഷൻ. ഇത്തരത്തിൽ മരങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മരുഭൂമിക്ക് സമാനമായ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യും? അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും കൂടുതൽ ഡിഫോറസ്റ്റേഷൻ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒരു കാഷ്വലായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയാത്ത അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഫോക്കസ് ചെയ്ത് പറയാത്തത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അവരവരുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എഴുതേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്ര കാഷ്വലായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് റിസോഴ്സസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് റിസോഴ്സസ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ലാൻഡ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ബയോട്ടിക്, ലാൻഡ് റിസോഴ്സസ് അല്ലേ. നമ്മൾ ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് റിസോഴ്സസ്. നമുക്ക് മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ സോയിലുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന ഭൗമോപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സസുകൾ ഏതൊക്കെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ഒരു 8 ലിസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബേസിക് ആയിട്ട് ലാൻഡ് റിസോഴ്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബയോട്ടിക് കമ്പോണൻസും അതുപോലെ തന്നെ എന്താണ് നോൺ ബയോട്ടിക് കമ്പോണൻസ് അല്ലെങ്കിൽ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, ബയോട്ടിക് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക് എന്ന് പറഞ്ഞാൽ കോമൺലി എന്തായിരിക്കും? ഓർഗാനിക് സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? കാർബണുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും ലിവിങ് തിങ്സ് ഒക്കെ എന്താണ്? ഓർഗാനിക് മാറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഈ കാർബൺ റിലേറ്റ് ചെയ്ത പാർട്ടുകളെ പൊതുവെ പറയുന്നതാണ് എന്ത്? ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. അതായത് ലിവിങ് ഒരു എന്താ പറയുക,
ഇത് തന്നെ കാർബണിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അവയുടെ റിസോഴ്സസുകൾ, കാർബൺ കണ്ടൻറ്റ് റിസോഴ്സസിനെയാണ് നമ്മൾ പൊതുവെ ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിൽ നിന്ന് നമുക്ക് കാർബൺ ബയോട്ടിക് കമ്പോണൻസോ അല്ലെങ്കിൽ ഓർഗാനിക് കമ്പോണൻസ് ആയിട്ട് എന്തൊക്കെ കിട്ടും? ഫോസിൽ ഫ്യൂവൽ അല്ലേ, നമുക്ക് ഫോസിൽ ഫ്യൂവൽ, എനർജി റിസോഴ്സസ്, നമ്മുടെ ഫോസിൽസ്, പെട്രോളിയം ഫ്യൂവൽ, കോള്, പെട്രോളിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലാൻഡിൽ നിന്ന് കിട്ടും. ആൻഡ് അബയോട്ടിക്, ദീസ് റിസോഴ്സസ് കം ഫ്രം നോൺ ലിവിങ് ആൻഡ് നോൺ ഓർഗാനിക് മെറ്റീരിയൽ. എന്താണ് നോൺ ലിവിങ്? ജീവനില്ലാത്തതും നോൺ ഓർഗാനിക് ആയ മെറ്റീരിയൽസ് നിന്ന് കിട്ടുന്ന റിസോഴ്സസുകളെയാണ് പൊതുവേ നമ്മൾ എന്ത് പറയുന്നത്? അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് നോക്ക്, കുറച്ച് ഹെവി മെറ്റൽസിന് ഗോൾഡ്, അയേൺ, കോപ്പർ, സിൽവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്? അബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് റിസോഴ്സസും അതുപോലെ തന്നെ. ലാൻഡ് റിസോഴ്സസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു 8 റിസോഴ്സസ് സ്വാഭാവികമായി മിനിമം എത്രയും റിസോഴ്സസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പറഞ്ഞ പോലെ പെട്രോളിയം ഫ്യൂവൽ ഒരു ലാൻഡ് റിസോഴ്സാണ്. കോള്, കൽക്കരി, അതുപോലെ തന്നെ മിനറൽസ്, വിവിധ തരത്തിലുള്ള മിനറൽസ്, ഗോൾഡ്, അയൺ, കോപ്പർ, സിൽവർ, ഇതൊക്കെ എന്താണ്? ലാൻഡ് റിസോഴ്സസ് ആണ്. ഈ മിനറൽസ് അല്ലാതെ തന്നെ കുറേ ഈ റോക്ക്, പാറകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്? അതുപോലെ തന്നെ ഓറുകൾ, നമുക്ക് ഒരു ബോക്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ലാൻഡ് റിസോഴ്സസിൻ്റെ ഭാഗമാണ്. ഓർസ്, അതുപോലെ തന്നെ എന്താണ്? മിനറലുകൾ, പിന്നെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് കമ്പോണൻസ് ആയിട്ടുള്ള പെട്രോളിയം, കോള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ലാൻഡ് റിസോഴ്സസിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ നമുക്ക് പറയാനുള്ളത്. ലാൻഡ് റിസോഴ്സസ് 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, 8 എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒക്ടോബർ 2019 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വളരെ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ആൻസർ അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ്സിന് തുടക്കം മുതൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ടാണ് EVS എക്സാം എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ സ്ട്രെസ് ചെയ്യാതെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർക്കും സെപ്പറേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസർ കീയും കൃത്യമായിട്ട് നോക്കുക, വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.